ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. BA ഇംഗ്ലീഷിൻ്റെ ലിറ്റററി തിയറിയിലെ ലിബറൽ ഹ്യൂമനിസത്തിനെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. ലിബറൽ ഹ്യൂമനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനാണ് എല്ലാ സാധനത്തിൻ്റെയും അല്ലെങ്കിൽ ഈ വേൾഡിൻ്റെ, ഈ ലോകത്തിൻ്റെ തന്നെ കേന്ദ്രമായി കണക്കാക്കുന്നത് മനുഷ്യനാണ്. ലിബറൽ ഹ്യൂമനിസം മനുഷ്യനെ കേന്ദ്രമായി കാണുന്ന ഒരു സാഹിത്യ അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഓർ ഫിലോസഫിക്കൽ ചിന്താഗതിയെയാണ് ലിബറൽ ഹ്യൂമനിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് പറയുന്നത് എല്ലാ മനുഷ്യരും ഫ്രീ ഇൻഡിവിജ്വലാണ്. അതായത് എല്ലാവരും മനുഷ്യരും ഇവിടെ സ്വതന്ത്രനാണ്. തൻ്റേതായ ആശയങ്ങളും തൻ്റേതായ യുക്തിസഹമായ കാര്യങ്ങളും കൊണ്ട് എല്ലാ മനുഷ്യനും ഫ്രീ ഇൻഡിവിജ്വലാണ്. ഓരോരുത്തർക്കും എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ടെന്നും ആരോടെയും പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഹ്യൂമനാണ് ഈ വേൾഡിൻ്റെ സെൻറ്റർ. അതുകൊണ്ട് എല്ലാവരും ഫ്രീ ഇൻഡിവിജ്വലാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹൂസ് തോട്ട് ആൻഡ് ഇമോഷണൽ ആർ വാല്യുബിൾ. എല്ലാ മനുഷ്യരുടെയും ഇമോഷൻസിന് വിലയുണ്ട്. ആരും അതിനെ വില കുറച്ച് കാണാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇതിലെ മെയിൻ ഐഡിയാസിനെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതൊക്കെ ഓരോന്ന് പറഞ്ഞു തന്നെയാണ്. എന്നാലും ഫസ്റ്റ് വൺ, ദ ഇൻഡിവിജ്വൽ ഈസ് ഓട്ടോണമസ് ആൻഡ് കാപ്പബിൾ ഫോർ റീസണിങ്. ഓരോ ഇൻഡിവിജ്വലും സ്വതന്ത്രനും ചിന്താശേഷിയുള്ളവനുമാണ് എന്നാണ് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ കഴിവുള്ളവനും സ്വതന്ത്രനുമാണ് ഓരോ മനുഷ്യനും. സെക്കൻഡ് പോയിന്റ്, ദ ഓതേഴ്സ് ഇൻറ്റൻഷൻ ആൻഡ് മോറൽ വിഷൻ ഇമ്പോർട്ടൻ്റ്. ഓരോ ഓതറും തൻ്റെ ലിറ്ററേച്ചറിലൂടെ എന്താണ് ഉദ്ദേശിച്ചത് എന്നും അദ്ദേഹത്തിൻ്റെ മോറലായ വിഷനും പ്രധാനമാണെന്ന് പറയുന്നത്. അദ്ദേഹം എന്തെങ്കിലും മോറലായ തീം, സമൂഹത്തിന് എന്തെങ്കിലും നല്ലത് വരണം എന്ന ഉദ്ദേശത്തോടെയാണോ അദ്ദേഹം ഓരോ കൃതികളും എഴുതിയത്, അതിൻ്റെ ഉദ്ദേശം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, തേർഡ് പോയിന്റ്, സാഹിത്യം. The text should be literature reveals universal human experience. അതായത് ഓരോ സാഹിത്യവും മനുഷ്യൻ്റെ എക്സ്പീരിയൻസുകളാണ്. ഓരോ മനുഷ്യൻ്റെയും അനുഭവങ്ങളാണ് സാഹിത്യത്തിലൂടെ തുറന്നു കാട്ടുന്നത്. അത് മനുഷ്യൻ്റെ സ്നേഹം, വികാരം, പ്രണയം എന്ന് തുടങ്ങിയ എല്ലാ വികാരങ്ങളെയും സാഹിത്യത്തിലൂടെ തുറന്നു കാട്ടുന്നു. ഫോർത്ത് പോയിന്റ്, ദ ടെക്സ്റ്റ് ഷുഡ് ബി ക്ലോസ്ലി റീഡ് ഫോർ ഇറ്റ്സ് ഇന്നർ മീനിങ് ആൻഡ് ബ്യൂട്ടി. ഓരോ ടെക്സ്റ്റിൻ്റെയും ഓരോ കൃതിയുടെയും ഇന്നർ മീനിങ് കാണുന്നതിലൂടെയുള്ളൂ നമുക്ക് ആ സാഹിത്യത്തിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ കഴിയുക. അതിന് എന്ത് വേണം? ക്ലോസ്ലി റീഡ്, ആഴത്തിലുള്ള റീഡിങ്ങിലൂടെ മാത്രമേ നമുക്ക് ഓരോ കൃതിയുടെയും മീനിങ്ങും എന്താണ് ആ കഥാകൃത്ത് ആ കൃതിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ. അതിലൂടെ തന്നെ ആ കൃതി എത്രമാത്രം സുന്ദരമാണ്, എത്രമാത്രം അതിൻ്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ ക്ലോസ്ലി റീഡിങ്ങിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇത് 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്. വാട്ട് ഈസ് ദ ക്ലോസ്ലി റീഡിങ്? ഫിഫ്ത്ത് പോയിന്റ്, റീഡിങ് ലിറ്ററേച്ചർ ഹെൽപ്സ് മോറൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്. ലിറ്ററേച്ചർ വായിക്കുന്നതിലൂടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ മോറലായും സ്പിരിച്വൽ ആത്മീയമായ ഡെവലപ്മെൻറ്റിനെ ലിറ്ററേച്ചർ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മോർ ഓവർ ലിബറൽ ഹ്യൂമനിസം എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് ഈസ് ദ സെൻറ്റർ. എന്ത് സാധനത്തിൻ്റെയും സെൻറ്റർ ഹ്യൂമൻ ബീയിങ്സാണ്. അത് ലിറ്ററേച്ചറിൽ വരുമ്പോൾ അപ്പോൾ കൃതി എഴുതിയതൊരു മനുഷ്യനാണ്. കൃതി ആർക്ക് വേണ്ടി എഴുതിയതാണ്? അതും ഒരു ഹ്യൂമൻ ബീയിങ്സിന് വേണ്ടി എഴുതിയതാണ്. അപ്പോൾ കൃതി എഴുതിയ ഓതറിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കൃതി വായിക്കുന്ന ഓരോ ലിറ്ററേച്ചറും വായിക്കുന്ന മനുഷ്യനും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇതാണ് ലിബറൽ ഹ്യൂമനിസത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഒരു സാഹിത്യകൃതി എഴുതിയ ഓതറിൻ്റെ ഇൻറ്റൻഷന്, അദ്ദേഹം എന്ത് മോറൽ വാല്യൂ ആണ് ഈ സമൂഹത്തിന് വേണ്ടി നൽകാൻ ഉദ്ദേശിക്കുന്നത്, അത് റീഡർ അത് ശ്രദ്ധിച്ച് വായിക്കണം. അതായത് ഓരോ കൃതികളും ഓരോ ലിറ്ററേച്ചറും ഓരോ റീഡേഴ്സും ക്ലോസ്ലി റീഡ് ചെയ്ത് അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഇന്നർ മീനിങ് എന്താണ് ആ ഓതർ ഇതിലൂടെ
സമൂഹത്തിന് എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കണം. അതിലൂടെ അതിൻ്റെ ഓരോ ലിറ്ററേച്ചറിലെയും മെയിൻ ക്യാരക്ടറിൻ്റെ വേഷത്തിലൂടെ അദ്ദേഹത്തിൻ്റെ തന്നെ ഇമോഷനുകളെയും അനുഭവങ്ങളെയും എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിച്ചതാവും. അപ്പോൾ അതെല്ലാം ഓരോ റീഡറും മനസ്സിലാക്കണം. ചുരുക്കത്തിൽ ഈ ലിറ്ററേച്ചറിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നതും ഹ്യൂമൻ ബീയിങ്സാണ്. അതാണ് ഈ ലിബറൽ ഹ്യൂമനിസവും ലിറ്ററേച്ചറിലൂടെ വരുമ്പോൾ മനസ്സിലാക്കുന്നത്.